അപ്പം ഞാൻ ആഗ്രഹിച്ച 4 മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ. ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു. ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്ന്, ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്ന് അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷെ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടണത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പോൾ നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ്.